സജി നന്ദ്യാട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജി നന്ദ്യാട്ട്, മലയാള സിനിമ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ വലിയ തരത്തിലുള്ള പരിഷ്കരണങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മുൻപിൽ, ലോക സിനിമയ്ക്ക് മുൻപിൽ ഇന്ത്യൻ സിനിമയിൽ മുന്നിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. പക്ഷേ നോക്കൂ, ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ കേസുകൾ ഇങ്ങനെ നിരന്തരം വർദ്ധിക്കുകയാണ്. കലാകാരന്മാർ നാടിനാകെയും പ്രചോദനമാകേണ്ടുന്ന ആളുകളാണ്. അത്തരത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ 2 സംവിധായകർ അറസ്റ്റിലാകുന്നു, 2 ജനപ്രിയ സംവിധായകർ. അതെ, നമുക്കത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ആലപ്പുഴ ജിംഖാന സിനിമ ഇപ്പോ നല്ലൊരു സിനിമയാണ്, ഒരു നല്ല നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിഭകൾ അവര് ഹൈബ്രിഡ് കഞ്ചാവുമായി അവര് ഫ്ളാറ്റിൽ നിന്ന് പിടിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഞെട്ടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷന്റെ ഭാഗത്തു നിന്നൊക്കെ ആൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ലൊക്കേഷനുകളൊക്കെ നിങ്ങൾ എക്സൈസും പോലീസും റെയ്ഡ് നടത്തണം, എങ്കിൽ മാത്രമേ ഇതിന്റെ വ്യാപനം അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗം കുറയുകയുള്ളൂ. ആരെയും പേടിക്കാനൊരവസ്ഥയാണ് ഇത്. വലിയ തോതില് പ്രത്യേകിച്ച് ടെക്നീഷ്യന്മാരുടെ ഇടയിൽ, കാരണം ടെക്നീഷ്യന്മാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഈ ഫെഫ്ക എന്ന സംഘടനയെ നമ്മൾ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല ഇക്കാര്യത്തില്. കാരണം ഒരു സംഘടനയോടും ചോദിച്ചിട്ടുള്ള ആൾക്കാർ അവിടെ സ്വകാര്യതകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും സംഘടനയോട് പോയി ഞാൻ ഇന്നത് ഉപയോഗിച്ചോട്ടെ അല്ലെ ഇന്ന രീതി ജീവിച്ചോട്ടെ എന്ന് ചോദിക്കാറില്ലല്ലോ. അതുകൊണ്ട് സംഘടനകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. മറിച്ച് നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന്റെ വ്യാപനം, ഇതിന്റെ ഉപയോഗം തടയുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എന്താണ്? വലിയ നമ്മൾ മനസ്സിൽ വലിയ ആൾക്കാർ അല്ലെ വലിയ പ്രതിഭകൾ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ അവരെ മറ്റൊരു സ്ഥാനം കൊടുത്തവര്, അവരുടെ ഇടയിൽ പോലും ഇത്തരത്തിലുള്ള ഉപഭോഗം ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സംഘടനകളെ കുറ്റപ്പെടുത്തേണ്ട എന്ന് പറയുന്നു. ശരിയാണ്, ഒരു വ്യക്തി ചെയ്യുന്നതിന് സംഘടനയെ കുറ്റപ്പെടുത്തുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ സംഘടനകൾക്ക് ഇതിലൊരു ശരിയായ ഇടപെടൽ നടത്തിക്കൂടെ? എത്ര തവണ പിടിയിലായാലും വീണ്ടും ഒരു അവസരം നൽകുക, അവരെ മാറ്റി നിർത്തുകയോ അവർക്കെതിരെ ഒരു വിലക്ക് പ്രഖ്യാപിക്കുകയോ ചെയ്യാണ്ട് വീണ്ടും അവരെ ചേർത്ത് നിർത്തുന്നിടത്താണല്ലോ ഇത്തരത്തിലുള്ള ലഹരി ഉപഭോക്താക്കളുടെ എണ്ണമൊക്കെ വർദ്ധിക്കുന്നത്. അങ്ങനെ പല ആളുകളും പ്രമുഖരായതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള സമ്മർദ്ദമൊക്കെ ഈ സംഘടനകൾ ആ സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് പോകുന്നുണ്ടോ? അല്ല, അതിനകത്ത് ആരായാലും ശരി, അങ്ങനെ സംഘടനകള് ഒരു സമ്മർദ്ദം ഇങ്ങനെ ഉപയോഗിക്കുന്നവർ, പൊതുസമൂഹത്തിന് മോശമായ സന്ദേശം നൽകുന്നവർ, ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഹൈബ്രിഡ് കഞ്ചാവ് പോലെയുള്ള അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. കാരണം ഒരു സംഘടനയും അങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങളുടെ എല്ലാവരുടെയും നറേഷൻ മാത്രമാണ്. ഇവിടെ ഇപ്പോ സംഘടനകളെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ ഫെഫ്ക കഴിഞ്ഞ ദിവസം എല്ലാ ലൊക്കേഷനിലും ഇതിന് ഡ്രഗ് ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു എന്താ പറയാ ഒരു സമരം ഒരു പ്രതിജ്ഞ എടുപ്പിച്ചു. നല്ല കാര്യമല്ലേ? അപ്പൊ സംഘടനകളെല്ലാം ഇതിനു വേണ്ടി അല്ല ഇതിങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. ഒരു സംഘടന ആഗ്രഹിക്കില്ല, മറിച്ച് ചില വ്യക്തികളെ സംരക്ഷിക്കും, അങ്ങനെ തോന്നുന്നില്ല. മറിച്ച് വ്യക്തികൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് സോഴ്സ് ഒറിജിൻ ഇതിന്റെ ഇല്ലാതാക്കാൻ? നമുക്ക് പറയാലോ, ഇപ്പൊ ഒരാൾ ഇന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചപ്പോൾ ആരാണ് അയക്ക് കൊടുത്തത്? സപ്ലയേഴ്സ് ആരാണ്? അങ്ങനെ പിടിച്ച് പോയാൽ അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ ഇതിന്റെ ഒറിജിൻ കണ്ടുപിടിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഇച്ഛാശക്തി എക്സൈസ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവണം. പോലീസിന്റെയും ഭാഗത്താണ്. പക്ഷേ അങ്ങിപ്പോ പറഞ്ഞു വ്യക്തിക്ക് നൽകുന്ന ഇളവുകളെ പറ്റി ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഷൈൻ ടോം ചാക്കോ, ഇതിനു മുൻപും ഈ തരത്തിൽ അറസ്റ്റിലാകപ്പെട്ട ഒരു വ്യക്തിയാണ്. വീണ്ടും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളൊക്കെ സിനിമയേക്കാൾ വെല്ലുന്ന രീതിയിലായിരുന്നല്ലോ. ഹോട്ടലിൽ നടന്ന കാര്യങ്ങളും പിന്നീട് പ്രതികരണമൊക്കെയും. വീണ്ടും ഷൈൻ ഉറപ്പ് നൽകുന്നു, വീണ്ടും അവസരം കൊടുക്കുന്നു. ഷൈൻ നല്ലൊരു അഭിനേതാവാണ്, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷേ ഈ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലേ? ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടു, അദ്ദേഹത്തിനോട് ഒരു പ്രശ്നവും ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ വരട്ടെ. ICയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമല്ലേ നമുക്ക് നടപടി എടുക്കാൻ പറ്റും. ഒരാളെ കൊന്നു, നടപടിക്രമങ്ങളില്ല. അതിനെ ഞങ്ങൾ ശക്തമായി വിമർശിച്ചല്ലോ. ഞങ്ങൾ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ബി ഉണ്ണികൃഷ്ണൻ അത് മാറ്റി പറയുകയും ചെയ്തു. ഒരു തിരിച്ചുവരവാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ICയുടെ തീരുമാനത്തെ, സംഘടനകളുടെ തീരുമാനത്തെ, പ്രൊഡ്യൂസർ അസോസിയേഷൻ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് സ്വാഭാവികമായും വിമർശനം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വിമർശിച്ച ഒരാളാണല്ലോ ഞാൻ. ഞങ്ങളുടെ പ്രൊഡ്യൂസർ അവിടെ വിളിച്ചു വരുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? തക്കതായ സമയത്ത് അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ അത് മുറയ്ക്ക് കാര്യങ്ങൾ നടത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടെക്നീഷ്യന്മാരുടെ ഇടയിൽ ഭയങ്കര വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ കണ്ണടച്ചിട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പച്ചക്കല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ നിങ്ങളുടേതായ നറേഷൻസ് കൊടുക്കാതെ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞോ? ഈ മേഖലയിലുണ്ട്. ഇപ്പൊ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ആർട്ടിസ്റ്റുകളുടെ എണ്ണം കുറവാണ്. സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ എത്ര പേര് കാണും?
ഏകദേശം 100 താഴെ കാണത്തുള്ളൂ. അതിൽ ഉപയോഗിക്കുന്നത് എത്ര പേര് കാണും? 20 പേര്, 25 പേര്. പിന്നെ അപ്പുറത്തേക്കില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, കണ്ണു തുറന്ന് കാര്യങ്ങൾ കാണണം. അടുത്തെന്താണ് ഫെഫ്ക എന്ന് പറഞ്ഞ യൂണിയൻ എന്ന് പറയുമ്പോൾ 10,000 കണക്കിന് പേരുള്ള ഏറ്റവും വലിയ യൂണിയൻ ഫെഫ്ക അല്ലേ? ആ ഫെഫ്കയില് ഒത്തിരി ടെക്നീഷ്യൻസ് ഉണ്ട്. ആ ടെക്നീഷ്യനെ എല്ലാം നിയന്ത്രിക്കാൻ, രാവിലെ മുതൽ നിയന്ത്രിക്കാൻ, വടിയെടുത്ത് നടക്കാൻ ഫെഫ്ക നേതൃത്വത്തിൽ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ വിമർശിക്കുന്ന ആളാ. പക്ഷെ അവര് പറയുമോ നിങ്ങൾ പോയി ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയും? ഒരിക്കലും പറയില്ല. അവരുടെ അംഗങ്ങളുടെ സിനിമാ സെറ്റുകളിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട അഭിനേത്രികൾ തന്നെ പറയുന്നുണ്ട്, സിനിമാ സെറ്റിൽ വെളുത്ത പൊടി ഉപയോഗിക്കുന്നത്, തുപ്പുന്നത് കണ്ടു. അത് ആവർത്തിച്ച് പലരും പറയുന്നുണ്ട്. കാരവനിലേക്ക് കയറുന്നത് ലഹരി ഉപയോഗിക്കാനാണ് എന്ന് തോന്നിയിട്ടുണ്ട്, സംശയമുണ്ട്. അങ്ങനെയാണ് എന്നും അങ്ങനെ ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ നിർമ്മാതാക്കളുമുണ്ട്. അപ്പോൾ ഈ സെറ്റിൽ വരുന്നത് ആരൊക്കെയാണ്? സെറ്റിലെ ടെക്നീഷ്യന്മാരുടെ എണ്ണം, അത് ഈ പറഞ്ഞ പോലെ 10,000 ആളുകൾ ഫിഫ്കയിലുണ്ടെങ്കിലും ഓരോ സെറ്റിലുമുള്ള ആളുകളുടെ എണ്ണം പരിമിതമായിരിക്കില്ലേ? അവരുടെ പശ്ചാത്തലമൊക്കെ നോക്കാനും ഈ സെറ്റിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും കുറെ കൂടി ഇടപെടാൻ കഴിയില്ലേ? തീർച്ചയായും അത് പറയും. വളരെ വളരെ നല്ല ന്യായമായ ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്. തീർച്ചയായും ഒരു സെറ്റിൽ 100 പേര് 150 പേർക്കുള്ള ഒരു സെറ്റിലില്ല. സ്വാഭാവികമായും ആൾക്കൂട്ടമുള്ള മീൻസ് ഷോട്ട് എടുക്കുമ്പോഴല്ല ഞാൻ പറഞ്ഞത്. സാധാരണഗതിയിൽ 100 അല്ലെങ്കിൽ 150 കൂടെ ഒരു സെറ്റിൽ ആൾക്കാർ ഉണ്ടാവാറുണ്ട്. അതിന് ഉപയോഗിക്കുന്നവരെ കൃത്യമായി കണ്ടുപിടിക്കുക എന്നുള്ളത് അത് പ്രൊഡ്യൂസർക്ക് ഉത്തരവാദിത്തമുണ്ട്, അവിടെയുള്ള അതിന്റെ ചീഫ് പ്രൊഡക്ഷൻ കൺട്രോളർക്ക് ഉത്തരവാദിത്തമുണ്ട്, സംവിധായകർക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അവിടെ നിയമപരമായ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. അപ്പം നിന്റെ കയ്യിൽ ഹൈബ്രിഡ് കഞ്ചാവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഇത് ചെയ്യാൻ പറ്റുമോ? മറിച്ച് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതിനകത്ത് വന്ന്, ഇതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു, പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ബി രാകേഷ് ലെറ്റർ പാട് എഴുതി കൊടുത്തല്ലോ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക്, നിങ്ങൾ സെറ്റിൽ കയറണം, ലൊക്കേഷനിൽ വരണം, നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം, അവിടെ നിങ്ങൾ റെയ്ഡ് നടത്തണം എന്ന് പറഞ്ഞില്ലേ? പിന്നെ അത് നിങ്ങൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ തുറന്ന സമീപനമാണ്. സമൂഹത്തിൽ ഒരു തരത്തിലും ക്യാമറ ഉണ്ടാകാൻ പാടില്ല. സിനിമാ മേഖല അല്ലല്ലോ, സിനിമാ മേഖലയും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. സമൂഹത്തിൽ വ്യാപകമായി ഇത് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് കുറച്ച് കഴിയുമ്പോൾ കോമൺ ആയി പോകും. ഇത് അവസാനം അംഗീകരിക്കേണ്ടി വരും. വിദേശ രാജ്യങ്ങൾ കാനഡയിലും അമേരിക്കയിലും ഒക്കെ കഞ്ചാവ് ഇപ്പൊ അവർ അംഗീകരിച്ചതുപോലെ അവസാനം ഇത് എന്തോരും ആട്ടെ, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, കൺട്രോൾ പോയി, പിടിവിട്ട് പോയി, കയറ് പൊട്ടിപ്പോയി, ഇനി എന്നാ വേണം ചെയ്തോട്ടെ എന്നൊരു നിലയിലേക്ക് ഭാവിയിൽ നമ്മുടെ സമൂഹം എത്തിപ്പെടും. നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ സോഴ്സിൽ ഇത്രയും വലിയ ഉണ്ടോ ഉപയോഗിക്കുന്ന ഇത്രയും പേരുണ്ട്, 10,000 പേർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത്രയും പേർക്കുള്ള ഉപയോഗിക്കാനുള്ള സാധനം കേരളത്തിൽ തന്നെയാണോ ഇത് നിർമ്മിക്കപ്പെടുന്നത്? അല്ലല്ലോ. അപ്പൊ ഇതിന്റെ സോഴ്സ് എവിടെയാണ്? മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണോ, വിദേശങ്ങളിൽ നിന്നാണോ? ഇത് കണ്ടുപിടിക്കാൻ പ്രത്യേക സ്ക്വാഡ് വേണം കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ 5-6 പോലീസുകാരെ കൊണ്ട് 5-6 എക്സൈസുകാരെ കൊണ്ട് മാത്രം പറ്റുന്നതല്ല. ഇതിനു വേണ്ടി പ്രത്യേക ഒരു ടാസ്ക് ഫോഴ്സിനെ തന്നെ ശക്തമായി നല്ല മിടുക്കരായ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാം എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ഇങ്ങനെയുള്ള നിരീക്ഷിക്കാനും ഷാഡോ പോലീസ് ഉൾപ്പെടെ, ഷാഡോ എക്സൈസ് ഉൾപ്പെടെ ഇതിനകത്ത് വന്നുകൊണ്ട്, അതായത് ഞാൻ പറഞ്ഞില്ലേ, വലിയ ഒരു വെറുതെ നമ്മൾ പ്രഖ്യാപനം നടത്തി, സമരം നടത്തി, ഉപവാസം നടത്തി, ചിലർ ഉപവസിച്ച ഉടനെ മറ്റുള്ള ഒരു വ്യാപനം കുറയുമോ, അല്ലെങ്കിൽ ഉപയോഗം നിർത്തുവോ? ഇതിലെ അവർ രാഷ്ട്രീയക്കാർ ഉപവാസം എടുക്കുന്നു. അതിന്റെ പേര് എന്ത് സംഭവിക്കണം? ഒന്നുമില്ല. ഒരു സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കാൻ പറ്റും. പക്ഷെ മറിച്ച് ഇത് കൃത്യമായി എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അറസ്റ്റുകൾ ഉണ്ടാവണം. അതുപോലെ നമ്മുടെ നിയമം മാറ്റണ്ടേ? ഇത്ര ഗ്രാം വെച്ചാൽ മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ അവർക്ക് ജാമ്യം കൊടുക്കും. അപ്പൊ നമ്മുടെ നിയമം തന്നെ മാറ്റണം. നിയമത്തിനെ മാറ്റി വലിയ പരിമിതിയുണ്ട്. ഇപ്പോൾ ഈ അറസ്റ്റിലായ 2 സംവിധായകർക്കും ജാമ്യം ലഭിച്ചു. അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച കഞ്ചാവിന്റെ അളവ്, ഹൈബ്രിഡ് കഞ്ചാവിന്റെ അളവ് അത് പരിമിതമായിരുന്നത് കൊണ്ട്, സാധാരണ മറ്റു കേസുകളിലൊക്കെ നോക്കുമ്പോൾ അത് അത്ര വലിയ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പിടിയിലായപ്പോൾ മാധ്യമങ്ങൾ അറിയരുത് എന്നത് മാത്രമാണ്, അല്ലാതെ ഈ പിടിയിലായതിലൊരു കുറ്റബോധമോ അല്ലെങ്കിൽ കേസാകുന്നതിലൊരു പ്രശ്നമോ എന്നും അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് അവിടെ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ അറിഞ്ഞത്. അരുൺ ശങ്കർ അങ്ങനെയാണ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പുറത്തറിയുന്നതിൽ മാത്രമേ പ്രശ്നമുള്ളൂ. സിനിമയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാമെന്ന് പറയുന്നപ്പുറത്തേക്ക് നിയന്ത്രിക്കേണ്ട ആളുകൾ തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ സംവിധായകരൊക്കെ തന്നെയാണ് പിടിയിലാകുന്നത്. അല്ല, അതുകൊണ്ടല്ലേ IC നമ്മൾ സിനിമയിൽ IC ശക്തമാക്കിയിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിൽ നമ്മളാലാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയാവുന്നൊരു സത്യമില്ലേ, ഒരാളെ ഉപദേശിച്ചാൽ ഒരാൾ നന്നാവുമോ? ജീവിതത്തിൽ ഇന്ന് വരെ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരോ കള്ളു കുടിച്ചവരോ ആരെങ്കിലും ഉപദേശിച്ച് നന്നായിട്ടുണ്ടോ? സ്വയം തീരുമാനിക്കണം. സ്വയം തോന്നാതെ ലോകത്താരാ നന്നായിരിക്കുന്നത്? കൗൺസിൽ ചെയ്തതിന്റെ പേരിൽ നന്നായിട്ടുണ്ടോ? അല്ല പ്രാർത്ഥനാലയങ്ങളിൽ പോയിട്ട് നന്നായിട്ടുണ്ടോ? മറിച്ച് സ്വയം തോന്നണം. സ്വയം ഏതെങ്കിലും പള്ളിയിലെച്ചോ ഏതെങ്കിലും അധ്യക്ഷന്മാരോ ആത്മീയ നേതാക്കന്മാരോ ഉപദേശത്തിന് പേര് ഏതെങ്കിലും വ്യക്തി നന്നാവുമോ? നന്നാവില്ല. സ്വയം തീരുമാനിക്കണം. ഇത് ശരിയല്ല, തെറ്റാണ്, എന്റെ ജീവിതത്തെ കളയുന്നതാണ്, ഇത് എന്റെ ജീവിതത്തെ, എന്റെ ലൈഫിനെ, എന്റെ ചിന്തകളെ, എന്റെ പ്രതിഭയെ നശിപ്പിക്കുന്ന മാരകമായ ക്യാൻസറാണിത്, അത് ഞാനിത് ഉപയോഗിക്കില്ല, ഞാൻ തൊടില്ല എന്ന് സ്വയം ശപഥം ചെയ്യണം. അതുകൂടെ നമ്മൾ കാണണം. അതാണ് അതിന്റെ കറക്റ്റായ വഴി. പിന്നെ
നമുക്ക് സാങ്കേതികമായി നമുക്ക് ചെയ്യാം. എക്സൈസും പോലീസും ശക്തമായി റെയ്ഡ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ലിസ്റ്റ് അവരയിലുണ്ട്. ഞാനിപ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ എക്സൈസിന്റെ കയ്യില് ഈ ആലപ്പുഴയിൽ പിടിച്ചില്ലേ നമ്മൾ ഹൈബ്രിഡ് കഞ്ചാവ് ലേഡിയുടെ കയ്യിൽ നിന്ന്. അപ്പം അവിടെ നിന്നുള്ള ലിസ്റ്റ് ഉണ്ട്. പിന്നെ അത് പിടിച്ച് വരുന്നുണ്ടവർ. കുറച്ചുകൂടെ ഫലപ്രദമായി ഗവൺമെന്റ് ഇടപെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ തന്നെ എക്സൈസിന്റെ പോലീസിന്റെ കയ്യിലും നല്ലൊരു ലിസ്റ്റ് ഉണ്ട്. പല ഫ്ലാറ്റിൽ കയറി പരിശോധിക്കണം. പക്ഷേ സ്വാഭാവികമായിട്ടും വ്യക്തിയെയാണ് തിരുത്തേണ്ടത്, ഒരു വ്യക്തി സ്വയം വിചാരിക്കേണ്ടതാണ്. പക്ഷെ അവിടെ സംഘടനകൾക്കും ആ തരത്തിലുള്ള കൂട്ടായ്മകൾക്കൊക്കെ ഇടപെടാനാകുമെന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? നമ്മൾ ഒരു സംഘടനയിൽ അംഗമാകുമ്പോൾ ആ സംഘടനയിൽ നിന്ന് വിലക്കോ ആ സംഘടനയിൽ നിന്ന് നമുക്കൊരു ശാസനയോ ഒക്കെ ഉണ്ടാകുമ്പോൾ തിരുത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. വ്യക്തിപരമായിട്ട് ആയിക്കോട്ടെ എന്നുള്ളതാണെങ്കിൽ പിന്നെ ഇവിടെ സംഘടനകളുടെ ഒന്നും ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു.